കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ. ഫസ്റ്റ് ടൈമിലത്തെ ചുണ്ട ഉണ്ടോ? ഹായ്, ഞാൻ ജോൺസൺ. പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. ഇതിനകത്തൊരു വെറൈറ്റി സംഭവം ഉണ്ട്, അത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ടൈമിൽ ഞാൻ ഈ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ ആദ്യമേ ചുണ്ടൻ എന്ന് പറഞ്ഞാൽ കോലാനെയായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്ത് പഠിച്ചത്. അപ്പോൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ ആ ചുണ്ടനെ നമുക്ക് ഷൂട്ട് ചെയ്ത് കാണിക്കണമെന്ന് എനിക്ക് നേരത്തെ ആഗ്രഹമുണ്ടായിരുന്നു. എന്തായാലും അത് നടന്ന് എന്തായാലും നമുക്ക് ചുണ്ടനെ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നിങ്ങൾ ഷൂട്ടൊന്ന് കണ്ടു നോക്കുക. നമുക്കൊരു ചുണ്ടൻ പോകുന്നുണ്ട്. ചുണ്ടൻ ഒന്ന് ഷൂട്ട് ചെയ്ത് നോക്കാം. ഒരു ചുണ്ടനെ ഷൂട്ട് ചെയ്യുന്നത് നമുക്കൊന്ന് സ്ലോ മോഷനിലൊന്ന് കണ്ടു നോക്കാം. രാവിലത്തെ ഫസ്റ്റ് ഷൂട്ടിൽ നമുക്ക് കിട്ടിയ ചുണ്ടനാത്. ചുണ്ടൻ കടിക്കുന്നുണ്ടോ കിടന്ന്? ഇന്നത്തെ ചുണ്ടൻ കാണാൻ പറ്റുമെന്നറിയാൻ വയ്യ. ഫസ്റ്റ് ടൈമിലത്തെ ചുണ്ടൻ ഉണ്ടോ? രാവിലത്തെ ഫസ്റ്റ് ഷൂട്ടിൽ നമ്മളെടുത്ത ചുണ്ടനാണത്. ഉണ്ടോ? അയാൾ ഇറുക്കിക്കൊണ്ടിരിക്കുക. അയാൾ ഇറുക്കാൻ മാറ്റാം. എന്തായാലും നമുക്ക് എടുത്ത് കളയണ്ട, കൊല്ലിക്കിടാം. പക്ഷെ മഴ വരുന്നുണ്ട് കേട്ടോ. മഴ എന്തായാലും കവറുണ്ടോ? കവറിലിടാം നമുക്ക്. എൻ്റെ ഒരാഗ്രഹമായിരുന്നു ഞാൻ ഷൂട്ട് ചെയ്യുന്നത് വീഡിയോയിലൊന്ന് കാണണമെന്ന്. അതുപോലെ എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ടായിരുന്നു ഷൂട്ട് ചെയ്യുന്നതൊക്കെ കാണണമെന്ന്. പലരും എൻ്റെ അടുത്ത് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്ന വീഡിയോ ഇടണം, ലൈവായിട്ടൊന്ന് കാണണമെന്ന്. അവർക്കൂടെ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇതില്ലെന്നാലും പറഞ്ഞു. ദൈവമേ, മഴ, ഭയങ്കരമായ മഴ വരുന്നു. കമ്പിയുടെ കനയുള്ളത് ഒന്നുകൂടെ ഷൂട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചുണ്ടനെല്ലാം ചെറിയ ചുണ്ടനാണ്. അടി കൊണ്ടാലും നമുക്കത് കിട്ടത്തില്ല, കീറി അങ്ങ് പോത്തേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പിന്നെ ഷൂട്ട് ചെയ്യാൻ നിന്നില്ല. നമുക്ക് വേറൊരു ഷൂട്ട് കാണാം. ഇതുപോലെ ചുമ്മാ കാണോ കേട്ടോ. അവന് തലയൊന്നും കളയാനൊന്നുമില്ല. നീളത്തിട്ടങ്ങ് ഫ്രൈ ചെയ്യണം. നീളത്തിട്ടങ്ങ് ഫ്രൈ ചെയ്തിട്ടേ ആളുടെ പഴങ്ങഞ്ഞൂടെ കഴിച്ച് നോക്കുന്നു. ഇച്ചിരി മുരിയണം. മുരിയ സമയത്ത് വെള്ളമൊന്നും നനയില്ല അതിനകത്ത്. വെള്ളം നനഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ആ കറുമുറാന്ന് തിന്നാനുള്ള ആ ഫ്ലോ അങ്ങ് പോകും. അത് പഴങ്കഞ്ഞി കുടിക്കുമ്പോൾ പഴങ്കഞ്ഞിക്കകത്ത് ഇട്ട് തിന്നാതെ ചെറിയൊരു പാത്രത്തിൽ അത് മാറ്റി വയ്ക്കണം. പഴങ്കഞ്ഞി ഇച്ചിരി വാരി തിന്നുമ്പോൾ ചുട്ട വറ്റലും മുളക് എടുത്ത് കഴിക്കുന്ന കണക്ക് ഒരു കടി. ഈർക്കലിൻ്റെ കനയുള്ള ചൂണ്ടനൊക്കെ ഇതിൻ്റെയൊക്കെ അടിയും ബഹളവും കേട്ട് കഴിഞ്ഞാൽ അതൊരു വലിയ മീൻ ഒന്ന് അടിച്ചിട്ട് വേണം. അടുത്ത നമുക്കൊരു കരിമീൻ ഷൂട്ടിലേക്ക് കിടക്കാം. ആദ്യമേ ഞാൻ ആ ഷൂട്ട് ചെയ്ത ഫസ്റ്റ് ടൈമിൽ ഷൂട്ട് ചെയ്ത് നോക്കിയപ്പം കൊണ്ടില്ല. കാരണം അതിൻ്റെ ശരീരത്ത് വേശി ഉരഞ്ഞാണ് പോയത് ഡയറക്റ്റ്. അതിൻ്റെ അടയാളം ഞാൻ ആ മീനെ കാണിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഷൂട്ടിലാണ് നമുക്ക് കരിമീനെ കിട്ടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഷൂട്ടൊന്ന് കണ്ടു നോക്കുക. അടുത്ത ഷൂട്ടിലാണ് നമുക്ക് കിട്ടുന്നത് മീനെ. അടിപൊളി കരിമീനെ. കരിമീനെ കിട്ടി. ചൂടിൽ കുഴപ്പമില്ലാത്തൊരു കരിമീൻ. ആദ്യത്തെ അടി ഇതിനെ കൊണ്ടുവരുന്നത്
അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കരിമീൻ. ആദ്യത്തടി ഇതിലേക്കൂടെ അങ്ങോട്ട് പോറിപ്പോയതാണ്. കുഴപ്പമില്ലാത്തൊരു കരിമീൻ, അത്യാവശ്യം കുഴപ്പമില്ല. നമുക്ക് കൊല്ലിക്കത്താക്കവനെ. ഞാൻ പറഞ്ഞ വെറൈറ്റി ഷൂട്ട് ഇതാ. ഷൂട്ട് നിങ്ങളങ്ങ് കണ്ടു നോക്കണം. ഒരു മാങ്ങ കിട്ടിയിറങ്ങി തിന്നായിരുന്നു. കണ്ടോ, മാങ്ങയിൽ പോയി അമ്പും ഉണ്ടോ? കണ്ടോ, ഞാൻ ആ മാങ്ങയുടെ നേരെ ഒരു ആരോ മാർക്ക് കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് ശ്രദ്ധിക്കുക. വീണ് 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 ആള് ഒരു മാങ്ങ ഷൂട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അവിടെ നല്ലൊരു ഷൂട്ട്. നമുക്ക് അടുത്തൊരു വീഡിയോ, ഇതിലും നല്ലൊരു വീഡിയോ നമുക്ക് കാണാം. അപ്പോൾ നല്ലൊരു വീഡിയോ വരുന്നവരെ നിങ്ങളെല്ലാവരും കാത്തിരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.